മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്. പുരോഗതിയുടെ നാൾവഴികളിൽ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രയോജനകരമായ വിനിമയോപാധിയാണ് ഭാഷ. ഒരു സമൂഹം ഒന്നായി അംഗീകരിക്കുന്ന സാംസ്കാരിക സവിശേഷതയാണ് അതിൻ്റെ മൂല്യം. ഭാഷയുടെ ജീവസാരം കണ്ടെത്താൻ നാടൻ പ്രയോഗങ്ങളിലേക്കും ശൈലികളിലേക്കും തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ശൈലീഭേദങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാഷ. പ്രാക്തന കാലത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞ കാവ്യകൽപ്പനകൾ ഒളിഞ്ഞുകിടക്കുന്ന പഴഞ്ചൊല്ലുകൾ നോക്കൂ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം, ആടറിയുമോ അങ്ങാടി വാണിഭം, കാറ്റുള്ളപ്പോൾ തൂറ്റണം, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, മിന്നുന്നതെല്ലാം പൊന്നല്ല, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും, അധികമായാൽ അമൃതും വിഷം. ആദിമ ഭാവനയിൽ വിരിഞ്ഞ കവിതാകുസുമങ്ങളായി തന്നെ പഴഞ്ചൊല്ലുകളെയും നാടൻ പ്രയോഗങ്ങളെയും കാണണം. ആശ്ചര്യപ്പെടുത്തുന്ന താളബദ്ധതയാണ് ഇവയുടെ പ്രത്യേകത. പറഞ്ഞു പഴകിയ ഇത്തരം ചൊല്ലുകൾ ഗ്രാമീണ ജനതയുടെ സാമൂഹികവും ബൗദ്ധികവും കാവ്യാത്മകവുമായ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൂടിയാണ്. വാമൊഴിയായി തലമുറകളിലൂടെ സഞ്ചരിച്ച് ഭാഷയുടെ ചില അടിസ്ഥാന സൂചകങ്ങളായി ഇവ രൂപപ്പെടുന്നതായി കാണാം. കൂറ്റൻ മരവും കാറ്റത്തിളകും, മുളയിലറിയാം വിള, ആനവായിൽ അമ്പഴങ്ങ, തലവിധി തൈലം കൊണ്ട് മാറില്ല. പിൽക്കാലത്ത് നമ്മുടെ എഴുത്തുകാരിലേക്കെത്തുമ്പോൾ ഏതു കാലത്തും എടുത്തുപയോഗിക്കാവുന്ന ശൈലീഭേദങ്ങൾ എത്രയോ എഴുതപ്പെട്ടു. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് ബഷീർ എഴുതിയപ്പോൾ ഉപ്പാപ്പയോ ആനയോ ഒന്നുമല്ല, ആഭിജാത്യ ഗർവമോ ദുരഭിമാനമോ നിരർത്ഥകമായ കുലമഹിമയോ പോയ കാലപ്രതാപത്തിൻ്റെ ഓർമ്മയോ ഒക്കെയാണ് ധ്വനിച്ചത്. ഇന്ന് ഭാഷയിത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ എന്ന ആശാന്റെ ധർമ്മസങ്കടത്തിൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന് അക്കിത്തം എഴുതിയപ്പോൾ അതെൻ്റെ ഹൃദയമായിരുന്നു എന്ന ബഷീറിൻ്റെ ആത്മരോദനത്തിൽ എല്ലാം മലയാളത്തിൻ്റെ ധ്വനിഭേദങ്ങളുടെ അർത്ഥാന്തര കഥനങ്ങളുണ്ട്. ഇത്തരം ഉക്തി വൈചിത്ര്യങ്ങളിലാണ് ഭാഷയുടെ സൗന്ദര്യം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.